ഹലോ. നമ്മൾ ബയോസൈക്കോളജി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് യൂണിറ്റ് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിനകത്തുള്ള എല്ലാവർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് ഞാൻ കരുതാണ്. സോ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പ്രൊസീഡ് ചെയ്യാണ്. ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള നമ്മൾ ബയോസൈക്കോളജിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രെയിനിനെ പറ്റിയും ബ്രെയിനിന്റെ തന്നെ ഡിഫറെന്റ് മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ ന്യൂറോൺസ് ന്യൂറോൺസ് എങ്ങനെയാണ് മെസ്സേജുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ബ്രെയിൻ എന്ന് പറയുന്നത് ടിഷ്യൂസ് കൊണ്ടാണ് മെയ്ഡ് ആയേക്കുന്നത്. ബ്രെയിനിലുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ബ്രെയിനിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ ബ്രെയിൻ സെൽസിനെ അല്ലെങ്കിൽ ആ ഒരു ബ്രെയിനിന്റെ ബ്രെയിൻ ഇങ്ങനെ മെയ്ഡ് ചെയ്തായിട്ടുള്ള ന്യൂറോൺസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയും പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓൾ ഓർഗാനിസംസ് ഹാവ് സെൽസ് എന്നുള്ള രീതി, അതായത് എല്ലാ ഓർഗാനിസംസും സെൽസ് കൊണ്ടാണ് മെയ്ഡ് ആയിട്ടുള്ളത്. അതായത് നമ്മളുടെ ഓരോ ബോഡി പാർട്ടും സെൽസ് എന്ന് പറയുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കമ്പോണന്റ് വെച്ചാണ് മെയ്ഡ് ആയിട്ടുള്ളത്. ഈ സെൽസ് കൂടിച്ചേർന്ന് എന്താവും? ടിഷ്യൂസ് ആവും. ഈ ടിഷ്യൂസ് കൂടിച്ചേർന്ന് എന്താവും? ഓർഗൻസ് ആവും. ഓർഗൻസ് കൂടി ചേർന്നിട്ടാണ് ഓർഗാനിസം ഡെവലപ്ഡ് ആവുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും, അതിപ്പോ ബ്രെയിൻ ആയിക്കോട്ടെ, ഹേർട്ട് ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, എല്ലാ ബോഡി പാർട്സും മെയ്ഡ് ആയിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. അതിനകത്തിൽ നമ്മളുടെ ബ്രെയിൻ സെൽസിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മളുടെ ഈ ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് എല്ലാ സെൽസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ ഒരു കെമിക്കൽ ഇന്ററാക്ഷൻ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കെമിക്കൽസ് റിലീസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ന്യൂറോൺസും സെൽസുകളും തമ്മിലുള്ള ഇന്ററാക്ഷൻസും ഈ കെമിക്കൽസ് സെൽസിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മളുടെ എല്ലാ ആക്ഷൻസും എല്ലാ ബിഹേവിയേഴ്സും ഈ ഒരു സെൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു സെൽസിന്റെ ഇന്ററാക്ഷൻ ആണ് നമ്മളുടെ ഓരോ ബിഹേവിയർ എന്ന് പറയുന്നത്. അതേപോലെ ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് അല്ലെന്നുണ്ടെങ്കിൽ മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ന്യൂറോൺസും ന്യൂറൽ കണക്ഷൻസും നമുക്കുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ മില്യൺസ് ഓഫ് 100 മില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് ഉള്ളത്. ആ ന്യൂറോൺസ് കൂടിച്ചേർന്ന് എന്താവും? ഒരു നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ആവും. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിൻ ഉണ്ട്. അതേപോലെ നെർവസ് സിസ്റ്റത്തിൽ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും, അങ്ങനെ ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് നെർവസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഏത് കൈൻഡ് ഓഫ് നെർവസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും മില്യൺസ് ഓഫ് ന്യൂറോൺസ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ആയിട്ടുള്ളത്. നമ്മളുടെ ഈ നെർവസ് സിസ്റ്റത്തിൽ 2 കൈൻഡ് ഓഫ് സെൽസ് ആണ് ഉള്ളത്. ഒന്ന് ന്യൂറോൺസ് ആണ്, പിന്നൊന്ന് ഗ്ലിയൽ സെൽസ് ആണ്. ഇതിനകത്ത് ന്യൂറോൺസിന്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിനിൽ നിന്ന് ഇൻഫോർമേഷൻസിനെ ബാക്കി ബോഡി പാർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഫങ്ഷനാണ് ന്യൂറോൺസിൻ്റെതായിട്ടുള്ളത്. നമ്മളുടെ ഹിയറിങ്, സെൻസറി പെർസെപ്ഷൻസ്, വിഷ്വൽ പെർസെപ്ഷൻസ്, ഇമോഷൻസ് എക്സ്പ്ലിസിറ്റ് ചെയ്യുക, അതേപോലെ മെമ്മറി, അങ്ങനെ ബ്രെയിനിൻ്റെതെന്ന് കരുതി നമ്മൾ വിചാരിക്കുന്ന ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോൺസിന് വേണ്ടുന്ന സപ്പോർട്ടും നറിഷ്മെന്റും അതേപോലെ പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്ന സെൽസ് ആണ് ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ന്യൂറോൺസും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, ഗ്ലിയൽ സെൽസും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗ്ലിയൽ സെൽസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഓവർവ്യൂ ആണ് പറയുന്നത്. ഈ ഒരു ന്യൂറോണിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ ബോഡിയിലേക്ക് ഇൻഫോർമേഷൻസിനെ, ബോഡി പാർട്ടിലേക്ക് ഇൻഫോർമേഷൻസിനെ കൊടുക്കുക, അതേപോലെ ബോഡി പാർട്ടിൽ നിന്ന് തിരിച്ച് ഇൻഫോർമേഷനെ എവിടെ? ബ്രെയിനിലേക്ക് റിസീവ് ചെയ്യിക്കുക എന്നുള്ള ഫങ്ഷനാണ് ഈ ന്യൂറോൺ ചെയ്യുന്നത്. മിക്കപ്പോഴും എന്താണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട്, അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് എന്ന് പറഞ്ഞ് ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പോലെയാണ് ഇൻഫോർമേഷൻ പോകുന്നത്. തിരിച്ചും ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് തന്നെയാണ് ഇൻഫോർമേഷൻ തിരിച്ച് ബ്രെയിനിലേക്ക് എത്തുന്നത്.
അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ആണ് ന്യൂറോണിൻ്റെത്. പിന്നെ ന്യൂറോൺ ഡൈവേഴ്സിറ്റി ആണ്. അതായത് ന്യൂറോൺസ് എന്ന് പറയുന്നതിനകത്തിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതായത് ചിലത് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ന്യൂറോൺ കാണും, ചിലത് എന്താണ് കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും, ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആയിരിക്കും, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഭയങ്കര വലിയ സ്ട്രക്ചർ ഉള്ള ന്യൂറോൺസ് ഉണ്ട്. അതേപോലെ കമ്പോണൻസിനകത്തിൽ ചില കെമിക്കൽ കമ്പോണൻസിനകത്തിലൊക്കെ വ്യത്യാസം വരുന്ന തരത്തിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ന്യൂറോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്പർ ഓഫ് ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എൻ നമ്പർ ഓഫ് ന്യൂറോൺ ഉണ്ട്. അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എന്നാൽ പോലും ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദർ ഈസ് അബൌട്ട് 100 ബില്യൺ ന്യൂറോൺസ് ഇൻ അവർ ഹ്യൂമൻ ബ്രെയിൻ. ആ 100 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് എവിടെയൊക്കെയാണ്? നമ്മളുടെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ബ്രെയിനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറിബ്രൽ കോർട്ടെക്സിലും സെറിബെല്ലം, അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, സെറിബെല്ലം, അതേപോലെ നമ്മളുടെ സ്പൈനൽ കോഡ്, ഇത്തരം ഏരിയാസിലൊക്കെ വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു സെല്ലാണ് ന്യൂറോൺ പറയുന്നത്. ഏകദേശം 100 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് എക്സിസ്റ്റ് ഇൻ അവർ ഹ്യൂമൻ ബ്രെയിൻ. ഇത് നമ്മളുടെ സാന്റിയാഗോ റെയ്മണ്ട് വൈ കാജൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബയോസൈക്കോളജിയും ന്യൂറോ സയൻസും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫാദറിനെ ഓർക്കണ്ടേ? സാന്റിയാഗോ റെയ്മണ്ട് സി കാജലാണ്, സോറി വൈ കാജലാണ് നമ്മളുടെ ഫാദർ ഓഫ് ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമ്മളുടെ ഈ ഒരു നെർവസ് സിസ്റ്റത്തെ പറ്റിയും ഈ ന്യൂറോൺസിന്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ പറ്റിയും ഓരോ ന്യൂറോൺസിന്റെയും ഒരു സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസും അതെങ്ങനെ ഏത് കൈൻഡ് ഓഫ് കമ്പോണന്റ് വെച്ചാണ് മെയ്ഡ് ആയേക്കുന്നത്, അത്തരം രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് സാന്റിയാഗോ റെയ്മണ്ട്. അദ്ദേഹം കമീലോ ഗോൾഗി എന്ന് പറയുന്ന മറ്റൊരു ന്യൂറോ സയന്റിസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇവർക്ക് 1906 നോബൽ പ്രൈസും ലഭിച്ചിട്ടുള്ളതാണ്. മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി എന്ന് പറയുന്നതിൽ ഇവർക്ക് എന്താണ് നോബൽ പ്രൈസും ലഭിച്ചിട്ടുള്ളതാണ്. ഇതിനകത്തിലെ കെമിലിയോ ഗോൾഗി ആണ് ഗോൾഗി അപ്പാരറ്റസ് ഒക്കെ കണ്ടുപിടിച്ച ആള്. ഗോൾഗി അപ്പാരറ്റസ് നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. സോ നമ്മൾ ഈ ഒരു സാന്റിയാഗോ റെയ്മണ്ട് ബൈ കാജലിനെയും ഓർക്കുക, ഫാദർ ഓഫ് ന്യൂറോ സയൻസ് ആണ്, നമ്മുടെ ന്യൂറോ സയൻസിന്റെ ഡാഡിയാണ്. സോ ഇനി അടുത്ത് ന്യൂറോണിനെ പറ്റിയാണ്. നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂറോണിനെ പറ്റി പഠിക്കാനായിട്ട് പോവാണ്. ഇത് ന്യൂറോണിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ന്യൂറോൺ എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? മെസ്സേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബോഡി പാർട്ടിലേക്കും അതേപോലെ ഡിഫറെന്റ് ബോഡി പാർട്ടുകളിൽ നിന്ന് ബ്രെയിനിലേക്കും മെസ്സേജുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ജോലിയാണ് ന്യൂറോൺസിന് ഉള്ളത്. നമ്മുടെ നെർവസ് സിസ്റ്റം മെയ്ഡ് ചെയ്തിട്ടുള്ള സിംപ്ലസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 100 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് കൂടി ചേർന്നാണ് നമ്മളുടെ നെർവസ് സിസ്റ്റം മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് സൈസിലുള്ള, ഡിഫറെന്റ് ഷേപ്പിലുള്ള, ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്ന ന്യൂറോൺസ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഏകദേശം ഒരു എല്ലാ മനുഷ്യരും ഒരേപോലെയാണല്ലേ, അവരുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ഒരേപോലെ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും കാണാൻ ഡിഫറൻസ് ഇല്ലേ? ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ഇരിക്കുന്നത്. സെയിം സാധനമാണ് ന്യൂറോൺസിൽ. ന്യൂറോൺസിന്റെ ഒരു ബേസിക് ഘടന ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ എന്നാൽ പോലും കാണുമ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലിരിക്കും. സോ നമ്മൾ ന്യൂറോൺസിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാം. ന്യൂറോണിനകത്തിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു സോമ അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് വിളിക്കുന്ന ഒരു പാർട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്സോൺ ഉണ്ട്, പിന്നൊന്ന് ടെർമിനൽ ബട്ടൺ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ചേർന്നാണ് ഒരു നമ്മളുടെ ഒരു ന്യൂറോൺ ഉണ്ടാവുക. ഇതിനകത്തിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഇതിനകത്തിൽ ഇതാണ്ട് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സെന്റർ പാർട്ട് കണ്ടോ? ഈ സെന്റർ പാർട്ടാണ് നമ്മളുടെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മൊത്തത്തിൽ ഈ ന്യൂറോണിന്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ന്യൂറോണിന്റെ എല്ലാ ഇൻഫോർമേഷൻസും DNA ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു ഏരിയ കണ്ടോ? ആ ഒരു ഏരിയയാണ് നമ്മൾ സോമ അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ സോമൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു സോമ അല്ലെന്നുണ്ടെങ്കിൽ സെൽ ബോഡി എന്ന് പറയുന്നത് ഒരു പ്ലാസ്മ അല്ലെങ്കിൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, അതിനകത്തുള്ള അയോൺസും ഒക്കെ ഉള്ള ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണ് ഈ ഒരു സോമ അല്ലെന്നുണ്ടെങ്കിൽ സെൽ ബോഡി എന്ന്
പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പാർട്ട്, അതായത് സോമ ഓർ സെൽ ബോഡി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കണ്ടതാണ്, ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ ആണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിനകത്തില് ഈ ഒരു ആക്സോൺ മെയ്ഡ് ആയിട്ടുള്ളത്, ഈ ആക്സോണിനകത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് സെൽസ് ഉണ്ട ഉണ്ട പോലെ ഇങ്ങനെ സെൽസ് ഇങ്ങനെ കെട്ടി 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 കിടപ്പുണ്ട്. ആ ഒരു സെൽസ് എന്ന് പറയുന്നത് മെയ്ഡ് ആയിട്ടുള്ളത് മൈലിൻ ഷീത്ത് വെച്ചിട്ടാണ്. ഈ ഒരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആക്സോണിന് എന്താണ്, ഒരു ഈ നെർവ് ഇമ്പൾസിനെ സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ ഒരു ഷോക്ക് അബ്സോർബർ പോലെ, ഇപ്പൊ പെട്ടെന്ന് ഒരു സഡൻ ഷോക്ക് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോക്ക് അബ്സോർബർ പോലെയൊക്കെ നിൽക്കുന്ന ഒരു ഫാറ്റി ടിഷ്യൂ ആണ് മൈലിൻ ഷീത്ത് എന്ന് നമുക്ക് പറയാം. അതാണ്ട് ഈ ഒരു ഓറഞ്ച് കളർ ഷേപ്പിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ ഒരു റൗണ്ട് ഷേപ്പിൽ കിടക്കുന്നതാണ് നമ്മളുടെ ഈ ഈ ഒരു സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഷ്വാൻ സെൽസ് എന്നാണ്. ഈ ഷ്വാൻ സെൽസ് മെയ്ഡ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ഫാറ്റി ടിഷ്യൂസ് ആയിട്ടുള്ള മൈലിൻ ഷീത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഓരോ ഷ്വാൻ സെൽസിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അല്ലെ, മൈലിൻ ഷീത്ത് മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു അത് ആക്സോണിന്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. ആക്സോണിനകത്തിൽ തന്നെയാണ് ഈ ഒരു ഷ്വാൻ സെൽസ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓരോ ഷ്വാൻ സെൽസിന്റെ ഇടയ്ക്കും കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണാം, ചെറിയൊരു ഗ്യാപ്പ് കാണാം. അപ്പൊ എന്ത് പറ്റും, ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ നോട്ട്സ് ഓഫ് രൺവീർ എന്ന് വിളിക്കുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിനെ, ആ ഒരു ചെറിയ ഒരു മൈന്യൂട്ട് ഒരു ഗ്യാപ്പേ ഉള്ളൂ, ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ നോട്ട്സ് ഓഫ് രൺവീർ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഇപ്പൊ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, നമ്മൾ ആക്സോൺ ഡിസ്കസ് ചെയ്തു, അതേപോലെ സോമ അല്ലെങ്കിൽ സെൽ ബോഡി എന്താണ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ന്യൂറോൺസിന്റെ 2 യൂണിറ്റ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ എന്താണ്, നമ്മളുടെ ഒരു ടെർമിനൽസ്, ആക്സോൺ ടെർമിനൽസ് ആണ്. അവിടെ എന്താണ് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആക്സോൺ ടെർമിനൽസ്. ഈ ടെർമിനൽസിനകത്തിൽ ചെറിയൊരു നോബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഈ ഒരു നോബ് ലൈക്ക് സ്ട്രക്ചറിനകത്തിൽ നമുക്ക് ടെർമിനൽ ബട്ടൺ ദാണ്ട് ഈ ഒരു ഫിഗറിനകത്തിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ സെൽ ബോഡി അല്ലെങ്കിൽ സോമ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുന്നത്. ഈ ഓരോ യെല്ലോ കളറിലുള്ള സെൽസിനെ നമ്മൾ ഷ്വാൻ സെൽസ് എന്ന് വിളിക്കും. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ നോട്ട്സ് ഓഫ് രൺവീർ എന്ന് വിളിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ ഒരു ന്യൂറോൺ വന്ന് അവസാനിക്കുന്നത് ആക്സോൺ ടെർമിനലിലാണ്. ഈ ആക്സോൺ ടെർമിനലിൽ ഓരോ ഉണ്ട ഷേപ്പ് അല്ലെങ്കിൽ ഓരോ ബട്ടൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ടെർമിനൽ ബട്ടൺസ് എന്ന് വിളിക്കുന്നത്. ഈ പേരെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മുടെ ഈ ഒരു ന്യൂറോണിന്റെ ഹെഡ് ഭാഗത്തായിട്ട് ബ്രാഞ്ചസ് പോലെ നമ്മൾ എന്താണ് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രൈറ്റും അതേപോലെ ആക്സോൺ ടെർമിനൽസും എല്ലാം നമ്മുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. നമ്മളുടെ ഈ ഒരു സോമ അല്ലെങ്കിൽ സെൽ ബോഡിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വേറെ ഓർഗനൽസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്. ആ സെൽ ഓർഗനൽസിലാണ് ഗോൾഗി ബോഡി, മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താ, പവർ ഹൗസ് ആണ്. പവർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബോഡിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ന്യൂറോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ പവറുകളും അല്ലെങ്കിൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിൽ നിന്നായിരിക്കും. അതേപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നൊക്കെ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയും മെസ്സേജസുകൾ ട്രാൻസ്മിറ്റ് ആവുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സെൽ ബോഡിയിൽ വെച്ചിട്ടാണ്. ലാർജസ്റ്റ് പാർട്ടാണ്, ന്യൂറോണിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സെൽ ബോഡി അല്ലെങ്കിൽ സോമ എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന പോർഷൻ, ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെൽ ബോഡിയുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഒരു ബ്രാഞ്ച് ഉള്ള ഒരു സ്ട്രക്ചറാണ്. അവിടെ എന്താണ്, സ്റ്റിമുലസിനെ ആദ്യം വന്ന് റിസീവ് ആവുന്നത് ആ സെൽ ബോഡിയിൽ നിന്ന്, ആ ഒരു സെൽ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ആദ്യത്തെ ഇൻഫോർമേഷൻ വരുന്നത് ഈ ഒരു ഡെൻഡ്രൈറ്റിലായിരിക്കും. ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡി വഴി, സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ വഴി, അങ്ങനെയാണ്, അതായത് ഫുൾ ബോഡിയിലേക്ക് ഈ ഒരു മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ടു ഡെൻഡ്രൈറ്റ് ആയിരിക്കും. അങ്ങനെ എപ്പോഴും ഡെൻഡ്രൈറ്റ് ടു ഡെൻഡ്രൈറ്റ് ആവണമെന്നില്ല, എന്നാൽ പോലും ഈ ഒരു മാല പോലെയാണെന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത്
ആദ്യം ഇൻഫോർമേഷൻ വരുന്നത് നമ്മളുടെ ഈ ഒരു ഡെൻഡ്രൈറ്റിലായിരിക്കും. ഡെൻഡ്രൈറ്റിൽ നിന്ന് മെസ്സേജസ് ഓടി എന്താണ് ഈ മൈലിൻ ഷീത്തിലൂടെയും ഷ്വാൻ സെൽസിലൂടെയും ഒക്കെ പോയി ടെർമിനൽ ബട്ടൺസിൽ എത്തും. ടെർമിനൽ ബട്ടണിൽ നിന്ന് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് മെസ്സേജ് ഇങ്ങനെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഇങ്ങനെ ചാടി ചാടി പോകും. അടുത്തത് ആക്സോൺ ആണ്. ആക്സോൺ എന്ന് പറഞ്ഞാൽ ലോങ് സ്ലെൻഡർ പാർട്ട്, അതായത് തിന്നായിട്ടുള്ള ഒരു പാർട്ടാണ് ആക്സോൺ എന്ന് പറയുന്നത്. അവിടെ എന്താണ് മൈലിൻ ഷീത്ത് കൊണ്ട് കവേർഡ് ആണ്. ഇൻഫോർമേഷൻസിനെ ടെർമിനൽ ബട്ടണിലേക്ക്, സെൽ ബോഡിയിൽ നിന്ന് ടെർമിനൽ ബട്ടണിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ആക്സോൺ ചെയ്യുന്നത്. ഈ ആക്സോണും സെൽ ബോഡിയും കൂടി സെൽ ബോഡിയും ആക്സോണും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് ആ ഒരു നെക്ക് പാർട്ടിനെയാണ് നമ്മൾ ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയും. ഈ ഒരു ആക്സോൺ ഹില്ലോക്കിലൂടെയാണ് ആക്സോണും സെൽ ബോഡിയും തമ്മിൽ കണക്റ്റഡ് ആകുന്നത്. പിന്നെ മൈലിൻ ഷീത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഫാറ്റി ടിഷ്യൂ ആണ്. നെർവ് ഇമ്പൾസിനെ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഷോക്ക് അബ്സോർബർ പോലെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഫാറ്റി ടിഷ്യൂ ആണ് മൈലിൻ ഷീത്ത്. ആക്സോൺ മെയ്ഡ് ആയിട്ടുള്ളത് ഈ ഒരു ഫാറ്റി ടിഷ്യൂ കൊണ്ടാണ്. പിന്നെ അടുത്ത ആക്ഷൻ പൊട്ടൻഷ്യൽ, അതായത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് പോകുന്ന മെസ്സേജസിനെ, ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ മെസ്സേജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ദോ ഇൻഫർമേഷൻ പോകുന്നു നമ്മൾ പറയത്തില്ല. എന്താണ് സെൽസിൽ നിന്ന്, ന്യൂറോൺസിൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽസ് സ്റ്റാർട്ട് ചെയ്തു എന്നേ നമ്മൾ പറയത്തുള്ളൂ. അല്ലാതെ ഇൻഫോർമേഷൻ ദോ പോകുന്നു നമ്മൾ പറയത്തില്ല. ന്യൂറോണിൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ പോയി അല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽസ് വഴിയാണ് ബ്രെയിനിലൂടെ നമ്മൾ ഇൻഫോർമേഷൻസിനെ പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ടെർമിനൽ ബട്ടൺ എന്താണെന്ന് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ന്യൂറോൺസിന്റെ ഏറ്റവും എൻഡിലായിട്ടുള്ള ഒരു സ്മോൾ നോബ് ലൈക്ക് സ്ട്രക്ചർ, അല്ലെങ്കിൽ സ്മോൾ ബട്ടൺ ഷേപ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ടെർമിനൽ ബട്ടൺ എന്ന് പറയുന്നത്. ആ ഒരു ടെർമിനൽ ബട്ടണിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് എന്ത് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോ ബ്രെയിൻ പറയാണ് ഇതുകൊണ്ട് ഒരു പട്ടി ഓടിക്കുന്നു, ഓടടാ എന്ന് പറയുവാണ്. അപ്പോൾ ഈ ഓടുന്ന സമയത്ത്, അതായത് ഓടാനുള്ള നമ്മളുടെ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്? അസറ്റൈൽ കൊളൈൻ ആണ്. മറ്റേ ഓടി രക്ഷപ്പെടുക എന്നുള്ള സമയത്ത് റിലീസ്ഡ് ആവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളൈൻ ആണ്. അതേസമയം നമ്മൾ മറ്റേ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്, നമ്മൾ ഗോവയിൽ ചെന്ന് ചില്ലിയാണ്. അപ്പൊ എന്താണ്, നമുക്ക് മറ്റേ കൂളായിട്ടിരിക്കാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ മതി. ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കൈൻഡ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിരിക്കും. അപ്പോൾ ഓരോ സമയത്തിനനുസരിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ ന്യൂറോൺ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഒന്ന് ഗ്ലിയൽ സെല്ലാണ്. ഗ്ലിയൽ സെൽ നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടുള്ളവരായിരുന്നു ഗ്ലിയൽ സെല്ല്? നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ന്യൂറോൺസിന് വേണ്ടുന്ന സപ്പോർട്ട്. മറ്റേലും ഞാൻ പുറകിൽ തന്നെ ഉണ്ട്, ഞാൻ കൂടെ ഉണ്ട്, നീ എന്താന്ന് വെച്ചാൽ പരിപാടി ചെയ്തോ, അല്ലെങ്കിൽ കട്ട സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ന്യൂറോൺസിന് സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ഗ്ലിയൽ സെൽസ്. ഈ ഗ്ലിയൽ സെൽസ് തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗ്ലിയൽ സെൽസ് ഉണ്ട്. ചില ഗ്ലിയൽ സെൽസ് എന്ത് ചെയ്യും? മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മുടെ ന്യൂറോൺസിനകത്ത് മൈലിൻ ഷീത്ത് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ വേസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ അപ്പ് ചെയ്യും. അതേപോലെ മൊത്തത്തിൽ എന്താണ് ഒരു ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ന്യൂറോൺസിന് വേണ്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇതിനകത്തിൽ ഡിഫറെന്റ് ടൈപ്സ് വരികയാണ്. ആദ്യത്തെ ഗ്ലിയൽ സെൽസ് ആണ് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട. ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലിയൽ സെൽസ് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ബ്രെയിൻ അതേപോലെ സ്പൈനൽ കോഡ് ആ ഒരു ഏരിയയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ടും നറിഷ്മെന്റും ഒക്കെ കൊടുക്കുന്ന ഗ്ലിയൽ സെൽസിനെയാണ് നമ്മൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. പിന്നൊന്ന് ഷ്വാൻ സെൽസ്. നമ്മളുടെ ഷ്വാൻ സെൽസ്, അതായത് നമ്മുടെ ന്യൂറോൺസിനകത്തിൽ ഉള്ള ചെറിയ ചെറിയ ഉണ്ട ഷ്വാൻ സെൽസ് കൂടാണ്ട് ഗ്ലിയൽ സെൽസിൽ ഷ്വാൻ സെൽസ് ഉണ്ട്. ആ ഒരു ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത് നമ്മളുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ, ബ്രെയിനും സ്പൈനൽ കോഡും അല്ലാതെ ഉള്ള നമ്മളുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വേണ്ടുന്ന സപ്പോർട്ടും ഒരു നറിഷ്മെന്റും ഒക്കെ കൊടുക്കുന്ന ആളാണ് ഷ്വാൻ സെൽസ്. പിന്നൊന്ന് മൈക്രോഗ്ലിയയാണ്. മൈക്രോഗ്ലിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി, അതായത് ഇപ്പൊ ഏതെങ്കിലും ന്യൂറോണിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് മറ്റേ ഒരു ഇച്ചിരി തടിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി, നീ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ എന്തുവാന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു എന്താണ് ഇൻജുവേർഡ് ആവുന്ന, അല്ലെങ്കിൽ ഇച്ചിരി
ഇമ്മ്യൂണിറ്റി കുറവുള്ള ന്യൂറോൺസിന് ചെന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് മൈക്രോഗ്ലിയ എന്ന് പറയുന്നത്. പിന്നൊന്ന് ആസ്ട്രോസൈറ്റ് ആണ്. എവിടെ ന്യൂറോൺസിന്റെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ആ വേസ്റ്റ് ഒക്കെ ക്ലീൻ ആക്കി കൊടുക്കും. ഇതിൽ വേണ്ട വേണ്ട നീ ഒന്നും ചെയ്യേണ്ട, ന്യൂറോണെ നീ ഒന്നും ചെയ്യേണ്ട, നീ പോയി ഇൻഫോർമേഷൻ കൊടുത്താൽ മാത്രം മതി, ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് വന്ന് വൃത്തിയാക്കുന്ന ആളാണ് ആസ്ട്രോസൈറ്റ് ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഗ്ലിയൽ സെൽസിനകത്തിലോ ഈവൻ ന്യൂറോൺസിനകത്തിലോ എന്തെങ്കിലും ഒരു ഇമ്പയർമെന്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിൽ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ്, എന്തെങ്കിലുമൊക്കെ അസുഖം നമുക്ക് വരാം. എന്തൊക്കെ കൈൻഡ് ഓഫ് അസുഖംസ് വരാം? ഓട്ടിസം വരാം. ഓട്ടിസം ഒരു കൈൻഡ് ഓഫ് ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂ ആണ്. അതായത് കുട്ടികൾക്ക് കൊച്ചിലേ തൊട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഡിസോർഡർ ആണ്. പിന്നെ ഒന്ന് അൾഷൈമേഴ്സ് വരാം. അൾഷൈമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മെമ്മറി ലോസ് ആണ്. അതേപോലെ ഡിഫറെന്റ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, സ്കിസോഫ്രീനിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സ്കിസോഫ്രീനിയ അതേപോലുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഗ്ലിയൽ സെൽസിന്റെയും ന്യൂറോൺസിന്റെയും ഒക്കെ ഡീജനറേഷൻ കാരണം. ഇനി അടുത്തത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂറോൺ ആണ്. അതായത് ന്യൂറോണിനെ പറ്റി നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ന്യൂറോൺസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസിൽ, ഡിഫറെന്റ് ഷേപ്പിൽ, ഡിഫറെന്റ് ഫങ്ഷൻ ഒക്കെ ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഇതിനകത്തിൽ ആദ്യത്തെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് അവരെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എന്ന് പറയുന്നത് യൂണിപോളാർ ന്യൂറോൺ ആണ്. യൂണിപോളാർ ന്യൂറോൺ ഉണ്ട്, ബൈപോളാർ ന്യൂറോൺ ഉണ്ട്, മൾട്ടിപോളാർ ന്യൂറോൺ ഉണ്ട്. ഇതിനതിൽ യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഒരാക്സോണും കാണും. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിക്കാം. ആ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ്, കണ്ടോ? ഈ ഒരു യൂണിപോളാർ ന്യൂറോൺ നോക്കിയേ, ഒരൊറ്റ സെൽ ബോഡി കാണും. ആ ഒരൊറ്റ സെൽ ബോഡിയിൽ നിന്ന് ഒരൊറ്റ ആക്സോൺ ഡെവലപ്പ് ചെയ്യും. അതായത് ഈ ഒരു വലിയ രീതിയിലുള്ള മറ്റേ നമ്മളുടെ ഈ പറയുന്ന പോലെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റോ അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒറ്റ സെൽ ബോഡിയും ഒരൊറ്റ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ആക്സോണും കാണും. അതിനെയാണ് നമ്മൾ യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ ബൈപോളാർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരേ സെൽ ബോഡിയിൽ നിന്ന് രണ്ട് ബ്രാഞ്ചിലായിട്ട്, ഐ മീൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്സോൺ ഒരു സൈഡിലേക്കും പോവും, മറ്റു സൈഡിലേക്കും പോവും. അതിനെയാണ് നമ്മൾ ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. പിന്നെ സ്യൂഡോ യൂണിപോളാർ. സ്യൂഡോ യൂണിപോളാർ എന്ന് പറയുമ്പോൾ എന്താണ്? കള്ളനാണ്. അതായത് ആകെ ഒരൊറ്റ സെൽ ബോഡിയിൽ നിന്ന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സാധനം തന്നെ, അത്ര ഡെവലപ്ഡോ അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു സ്യൂഡോ യൂണിപോളാറിൽ നമ്മളുടെ എന്താണ് ഒരൊറ്റ സെൽ ബോഡിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ്, അതായത് ഈ ഒരു ഭയങ്കര ഡിവിഷനോ അങ്ങനെയൊന്നും കാണില്ല. ഒരു 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 ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ട്. മൾട്ടിപോളാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഇച്ചിരി കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഡെൻഡ്രൈറ്റ്, മറ്റേ ബ്രാഞ്ച് കണക്കിന് ഡെൻഡ്രൈറ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു മൾട്ടിപോളാർ ന്യൂറോൺ ആണ് ഇത്. ഇതിനകത്തില് യൂണിപോളാറിന്റെ ഫംഗ്ഷൻ എവിടെയാണ്? സെൻസറി ഫങ്ഷൻസ് ആണ്. അതായത് ഇപ്പോൾ വിഷ്വൽ ഫങ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ആ ഒരു സെൻസറി പെർസെപ്ഷന് വേണ്ടിയിട്ട്, സെൻസറി ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ് യൂണിപോളാർ ന്യൂറോൺ ഉള്ളത്. ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ഇച്ചിരിയും കൂടി ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട്, അതായത് നമ്മളുടെ സെൻസറി ഓർഗൻസിൽ, നമ്മളുടെ ഐസിലും അതേപോലെ ഇന്നർ ഇയറിലും നോസിന്റെ ആ ഒരു നീസൽ പാത്വേയിലും ഒക്കെ ഉള്ള ന്യൂറോൺസിനെയാണ് നമ്മൾ ഈ ഒരു ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ മോസ്റ്റ് കോമൺ, അതായത് ബ്രെയിനിന്റെ ആകെയുള്ള ഒരു ഏരിയയിലും സ്പൈനൽ കോഡിലും ഒക്കെയുള്ള ഒരു ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂറോൺ ആണ് മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ വെച്ച് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എക്സാമിനും വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത മൾട്ടിപോളാർ ന്യൂറോണിനെ എന്താണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗോൾഗി ടൈപ്പ് 1ഉം ഗോൾഗി ടൈപ്പ് 2 എന്നുള്ള രീതിയിൽ. അതായത് ഇത് കണ്ടുപിടിച്ച ആളാരായിരിക്കും? നമ്മളുടെ കമിലിയോ ഗോൾഗി ആണ്. അതുകൊണ്ടാണ് ഈ പേര് കൊടുത്തേക്കുന്നത് കേട്ടോ.
അപ്പൊ ഈ ഒരു ഗോൾഗി ടൈപ്പ് 1 എന്ന് പറയുന്നത് ലോങ് ഭയങ്കര നീളമുള്ള ആക്സോൺ ഉള്ള ന്യൂറോണിനെയാണ് നമ്മൾ ഗോൾഗി ടൈപ്പ് 1 എന്ന് പറയുന്നത്. വലിയ പുള്ളിയാണെന്ന് ഓർത്താൽ മതി ഫസ്റ്റ് വരുന്ന ആള്. അപ്പൊ ഈ വലിയ ആക്സോൺ ഉള്ള ചെറിയ ഡെൻഡ്രൈറ്റിന് എന്താണ് ചെറിയ ബ്രാഞ്ചസേ കാണത്തുള്ളൂ, അവർക്ക് നീളമായിരിക്കും കൂടുതൽ. അതേസമയം ഗോൾഗി ടൈപ്പ് 2 എന്ന് പറയുമ്പോഴോ അവർക്ക് ഷോർട്ട് ആക്സോൺ ആയിരിക്കും, അതായത് നീളക്കുറവായിരിക്കും, പക്ഷെ ബ്രാഞ്ചസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ന്യൂറോൺസിനെയാണ് നമ്മൾ ഗോൾഗി ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഈ ഗോൾഗി ടൈപ്പ് 1 അല്ലെങ്കിൽ നീളമുള്ള ആക്സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇൻഫോർമേഷനെ പാസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് ബ്രെയിനിൽ നിന്ന് കൈ വരെ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് കാല് വരെ അത്രയും നീളമുള്ള മെസ്സേജുകൾ, അത്രയും നീളം ആക്സോണിനും കാണുമെന്നല്ല കേട്ടോ, എന്നാൽ പോലും ഇച്ചിരി കൂടി നീളമുള്ള നീളമുള്ള ന്യൂറോൺ ആണ് ഗോൾഗി ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇച്ചിരി കൂടി ഷോർട്ട് ആയിട്ടുള്ള ഒരു ന്യൂറോണിനെയാണ് നമ്മൾ, അതായത് കുറച്ച് ലോക്കൽ ഏരിയയിലൊക്കെ ഇൻഫർമേഷൻ കൊടുത്താൽ മതി, ബ്രെയിനിൽ നിന്ന് ഐയിലേക്കോ ബ്രെയിനിൽ നിന്ന് നോസിലേക്കോ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അത് ഗോൾഗി ടൈപ്പ് 2 ആയിരിക്കും ചെയ്യുന്നത്. ഇനി ന്യൂറോൺസിനെ നമ്മൾ ഇത്രയും നേരം എന്താണ് അവരുടെ സൈസ് വെച്ചാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഷേപ്പ് വെച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇനി ഫങ്ഷൻസ് വെച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിലോ, ന്യൂറോൺസ് ആർ ക്ലാസിഫൈഡ് ബൈ ദെയർ ഫങ്ഷൻ. ആദ്യത്തേത് അഫറന്റ് ന്യൂറോൺ, പിന്നൊന്ന് ഇഫറന്റ് ന്യൂറോൺ, പിന്നൊന്ന് ഇന്റർ ന്യൂറോൺ ആണ്. അഫറന്റ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫോർമേഷൻസിനെ കൊണ്ടുവരുന്ന ന്യൂറോൺസിനെയാണ് നമ്മൾ അഫറന്റ് ന്യൂറോൺ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ അഫറന്റ് ഫോർ അങ്ങോട്ട്, അതായത് അഫറന്റിൽ എ ഉണ്ടല്ലോ, എ ഫോർ അങ്ങോട്ട്, ഇഫറന്റ് എന്ന് പറയുമ്പം ഇങ്ങോട്ട്. അപ്പം അങ്ങോട്ട് എന്ന് പറയുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ടെന്ന് പറയുമ്പോഴും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ മറ്റു ബോഡി പാർട്ടിലേക്ക്. സോ അങ്ങോട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫോർമേഷൻസിനെ കൊണ്ടുപോകുന്ന ന്യൂറോൺ ആണ് അഫറന്റ് ന്യൂറോൺ. എൻവയോൺമെന്റിനകത്ത് നിന്ന്, അതായത് ഇപ്പോൾ അതുകൊണ്ട് ഒരു കോഴി കൂവുന്നു, ആ ശബ്ദത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഇവിടെ വേദനിക്കുന്നു, അപ്പൊ ഈ കയ്യിൽ നിന്ന് ഇൻഫോർമേഷനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോൺ ആണ് അഫറന്റ് ന്യൂറോൺ. തിരിച്ച് ബ്രെയിനിൽ നിന്ന് കയ്യിലേക്ക്, അതാണ്ട് ഇവിടെ ചൊറിയുന്നുണ്ടാണ്, പിന്നെ പോയി ചൊറിഞ്ഞിട്ട് വാന്ന് പറഞ്ഞ് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഇങ്ങോട്ട് മെസ്സേജ് കൊടുക്കുന്നതാണ് ഇഫറന്റ് ന്യൂറോൺ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ കണക്ട് ചെയ്യുന്ന അഫറന്റ് ന്യൂറോണിനെയും ഇഫറന്റ് ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ന്യൂറോണാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അതായത് അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബോഡി പാർട്ടിലേക്കും, ബോഡി പാർട്ടിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലൈസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസിനെ പാസ് ചെയ്യുകയും ലോക്കൽ ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. സോ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ അഫറന്റ് ന്യൂറോണും ഇഫറന്റ് ന്യൂറോണും ഇന്റർ ന്യൂറോണും കൂടി ചേർന്നാണ് നമ്മളുടെ ഈ ഒരു റിഫ്ലക്സ് ആർക്ക് ഉണ്ടാകുന്നത്. അതായത് പെട്ടെന്ന് എനിക്ക് തല ചൊറിയണം, എന്താണ്, ഞാൻ തല ചൊറിയുന്ന സമയത്ത് അഫറന്റ് ന്യൂറോൺ കയ്യിലേക്ക് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് അഫറന്റ് ന്യൂറോൺ മെസ്സേജ് കൊടുക്കും, അതുകൊണ്ട് കൈ പൊക്കി വരുന്നുണ്ട് തല ചൊറിയുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. ഇഫറന്റ് ന്യൂറോൺ എന്ത് ചെയ്യും, ഇഫറന്റ് ന്യൂറോൺ എനിക്ക് മനസ്സിലായി, അങ്ങനെ അവർ തമ്മിലുള്ള കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. സോ ഇതാണ് ന്യൂറോൺസിന്റെ ഫങ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി ഇൻ ജനറൽ ന്യൂറോണിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തേന്ന് വെച്ചാൽ ഓൾ റിഫ്ലക്സ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നമ്മളുടെ എല്ലാ റിഫ്ലക്സസ്, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തുമ്മി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൈയൊന്ന് അനക്കി, അങ്ങനെ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ മുഖത്തിന് നേരെ ആരെങ്കിലും കണ്ണിൽ കുത്താനായിട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ണ് പൊത്തും, അതൊക്കെ എന്താണ് നമ്മളുടെ റിഫ്ലക്സുകളാണ്. അത്തരം റിഫ്ലക്സ് ആക്ഷൻസിനെ എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത്തരം ആക്ഷൻസിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ന്യൂറോൺസ് ആണ്. അതേപോലെ ഇപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, A+B² സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഓടുന്നതിന് ചാടുന്നതിന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ന്യൂറോൺസ് ആണ്. അതേപോലെ നമ്മളുടെ എല്ലാ ബിഹേവിയേഴ്സിനും വേണ്ടിയിട്ടുള്ള എസെൻഷ്യാലിറ്റി, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെർസീവ് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം കാണണം, എന്തെങ്കിലും ഒരു സെൻസറി ഓർഗനിൽ നിന്ന് നമുക്ക്
എന്തെങ്കിലും ഇൻഫോർമേഷനെ അതുവഴി നമ്മളുടെ ബിഹേവിയറിനെ മൊത്തത്തിൽ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ന്യൂറോൺസ് ആണ്. അതേപോലെ സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, അതായത് ഇപ്പം മറ്റേ നല്ല സ്മെല്ല് വരുന്നു, എന്തിൻ്റെയോ സ്മെല്ല് വരുന്നു. അതെന്താണ്? നമുക്ക് സെൻസറി ന്യൂറോൺ പറഞ്ഞു എന്തിൻ്റെയോ സ്മെല്ല് വരുന്നു, ബിരിയാണിയുടെ സ്മെല്ല് വരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ ബിരിയാണിയുടെ സ്മെല്ല് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഓടിപ്പോയി അതെടുത്ത് കഴിക്കണം. അപ്പോൾ ഓടിപ്പോയി കഴിക്കാൻ സഹായിക്കുന്ന ആള് മോട്ടോർ ന്യൂറോൺ ആണ്, പക്ഷെ ഈ സ്മെല്ല് വരുത്തുന്ന ആള് സെൻസറി ന്യൂറോൺ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാണ് നമ്മളെ കഴിക്കാനൊക്കെ സഹായിക്കുന്ന പാമ്പുകൾ. സോ ആ ഒരു സെൻസറി എല്ലാ കാര്യത്തിലും കേട്ടോ, സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും തമ്മിലുള്ള ഒരു കോർഡിനേഷനും ഹെൽപ്പ് ചെയ്യുന്നത് വഴി നമ്മളുടെ ആ ഒരു ബിഹേവിയറിനെയും ഒക്കെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ന്യൂറോൺസ് ആണ്. അതേപോലെ നമ്മളുടെ ബോഡി ഫങ്ഷനെ പ്രോപ്പറായിട്ട്, ഇപ്പം ബ്രെയിൻ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്പൈനൽ കോഡ് നേരെ നമ്മുടെ ബോഡി പോസ്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ വഴി നമ്മളുടെ ബോഡി ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ന്യൂറോൺസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. പിന്നെ ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ ജനറ്റിക്സ്, നമ്മുടെ എൻവയോൺമെന്റിൽ നമുക്ക് എത്രത്തോളം നറിഷ്മെന്റ് കിട്ടി, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന്റെയും അതേപോലെ അതുവഴി ന്യൂറോൺസിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയുമാണ് നമുക്ക് ന്യൂറോൺസിനെ പറ്റി പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറും ഫങ്ഷനുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാം.